മിസ്റ്റർ അടിയനൊക്കെ അങ്ങ് വീട്ടിൽ ഇപ്പോൾ യു ആർ മൈ സെക്യൂരിറ്റി. എവിടെ അടിയടോ മിസ്റ്റർ? ഹലോ മുഖ്യമന്ത്രി, ആരാണ്? ആമാ ആ അറ്റാക്കായിരുന്നു. ഓ തീവ്രവാദി അറ്റാക്കാണോ? മരിച്ചോ? ഓ ശരി. ഞാൻ ഹലോ അമ്മ അമ്മ ഹലോ 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 അമ്മ ഹലോ ഹലോ അമ്മ അമ്മ അപ്പൊ അമ്മാവൻ മരിച്ചത് കടകേശ അമ്മാവൻ മരിച്ചത് കടകയപ്പ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്. അയ്യോ അയ്യോ അമ്മാവൻ നമ്മളമ്മാവൻ പോയടേ, നമ്മളമ്മാവൻ പോയി. എനിക്ക് ഫോണ് വന്ന് അമ്മാവൻ അടക്കം ഭരണകാലം പള്ളിയിരുന്ന് അമ്മാവൻ അറ്റാക്കായിരുന്നു. എന്നെ ഇപ്പൊ ഫോണിൽ വിളിച്ച് പറഞ്ഞു കനകന ആരാണെന്നോ എനിക്ക് ഓർമ്മയില്ല, ആരും വിളിച്ചെന്നെ. ഏറ്റെടുത്ത് ഇന്നലെ കൂടി എന്ത് നേരം സംസാരിച്ച മനുഷ്യനാണ്. അവിടെ കിടപ്പില്ലേ? അവിടെ ആരാ വിളിച്ചു പറഞ്ഞ അമ്മാവൻ മരിച്ചെന്ന്? നോക്കട്ടെ. വാ ഇങ്ങോട്ട്. അമ്മാവാ അമ്മാവാ എന്താണ് ഈ രാത്രി മനുഷ്യനെ പഠിപ്പിക്കാൻ? അമ്മാവന് കുഴപ്പമൊന്നുമില്ലേ? എനിക്കെന്ത് കുഴപ്പം? അമ്മാവൻ മരിച്ചെന്ന് പറഞ്ഞ എനിക്ക് ഫോണ് വന്ന അമ്മാവ. ഫോണ് വരെ ഈ റൂമിൽ കിടക്കണം ഞാൻ മരിച്ചു അപ്പുറത്തെ റൂമിലുള്ള എനിക്ക് ഫോണ് വരെ? ആര്? എന്റെ ക്ലീറ്റോ ഉറക്കപ്പിച്ചാട്ടിയാണ്. നിങ്ങൾ ആരെ വിളിച്ചെന്ന് ആദ്യം ഫോൺ എടുത്ത് നോക്ക്. ചുമ്മാ ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞു മോങ്ങിക്കൊണ്ട് മനുഷ്യനെ പേടിപ്പിച്ച്. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാത്ത പേടിപ്പിച്ച് വന്നെ എല്ലാവരും കൂടി. ഹലോ, അതെ ഞാൻ ക്ലീറ്റസ് ആണ്. ഒരു ഫോൺ ഇപ്പൊ വന്നിരുന്നേ. ആ ടോണി നീ വരുന്നാടാ? ആ അല്ലേ? ഓ ഓ എത്താ ഞങ്ങളെല്ലാവരും വരാടാ. ശരി. നമ്മളെ പുതിയടത്ത് ടോണി ഇല്ലേടി, അവൻ്റെ അമ്മാവൻ മരിച്ചുപോയി. ഒരപ്പൂപ്പൻ 90 വയസ്സുള്ള വകയിൽ എനിക്ക് എൻ്റെ അപ്പൂപ്പനായിട്ട് വരും. അറ്റാക്കായിരുന്നു. ഏതോ എവിടെ കിടക്കണ ഒരുത്തം മരിച്ചാൽ എന്നെ അറ്റാക്ക് വന്നിട്ട് കൊല്ലിക്കാൻ വേണ്ടി ഇറങ്ങിക്കാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോ. പേടിച്ചു പോയി. ഒരു കുഴപ്പമില്ല, പോയി കിടന്ന വെള്ളം വേണോ? വേണ്ട വേണ്ട വേണ്ട. തമാശ കളിക്കരുത്. മനുഷ്യൻ കറണ്ടുമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ അവള് നിന്ന് കളിക്കണത്. അല്ല കുറെ നേരമായിട്ട് ക്ലീറ്റോ അപ്രത്യക്ഷനാണേ. ഇനി എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയൊന്ന് നോക്കണല്ലോ. ഞാൻ ഭാര്യയാണല്ലോ. ഞാൻ പറന്നുപോയി. എന്താ അതിനകത്തിട്ട് തിരിക്കണത്? നന്നായിട്ട് കത്തണതല്ലേ? അത് ലൂസാ. ഒന്നാമത് എവിടെ ഉള്ള എല്ലാത്തിനും ലൂസാ. വന്നതും ലൂസാണല്ലോ. ഓ ആവശ്യത്തിന് പ്രഷർ അല്ലാതെ തന്നെയുണ്ട്. ചുമ്മാ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഇവരെന്താ മുഖം ഇങ്ങനെ വന്നിരിക്കണ? ഇല്ല, ചില സമയത്ത് ആലോചിക്കുമ്പോ തിരുവനന്തപുരത്ത് തന്നെ നിന്നാ മതിയായിരുന്നു. എന്റെ അമ്മേ, നാഴിക്ക് 40 വട്ടം കുറ്റം പറയുന്ന ആളാണല്ലോ. എന്താ അങ്ങനെ തോന്നാൻ? തിരുവനന്തപുരത്താണെങ്കിൽ അൻസാറുണ്ട്, നടരാജനുണ്ട്, പിന്നെ കനകനുണ്ട്, അമ്മയുണ്ട്. ഇവിടെ ഏതെങ്കിലും സൈഡിൽ കൂടെ അവിടെ ആകുമ്പോ പൈസ വന്നേനെ. ഇവിടെ പിന്നെ അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വെച്ചേക്കായിരുന്നു. എങ്ങനെയെങ്കിലും തിരിമറി കാണിച്ചിട്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും പൈസ ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവന്നോളാം. ആ മനുഷ്യന്റെ മുഖം ഇരിക്കണണ്ട, വന്ന് കേറിയപ്പോ മുതൽ അയാളുടെ കുത്തുവാക്ക് കേൾക്കണതാ. നിന്നെ വല്ലതും പറഞ്ഞതേണ്ടി?
എന്നെ പറയാനിട്ടാ. എല്ലാം പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, തിരിച്ച് മറുപടി കൊടുത്തോ അങ്ങോട്ട്. എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റണ്ടേ? കറണ്ട് ബില്ല് കൂടി, വാട്ടർ ബില്ല് കൂടി, ലാൻഡ് ഫോൺ ബില്ല് കൂടി. അപ്പൊ നിനക്ക് പറഞ്ഞൂടെ അതിന്റെ പകുതി നമ്മൾ കൊടുക്കാന്ന്? എവിടെ നിന്ന് കൊടുക്കും? കൊടുക്കണത് ഇച്ചിരി പൈസ വരാണ്ടടി, അതല്ലേ ഞാൻ പറഞ്ഞു. അതിങ്ങ് വന്നെങ്കിൽ ക്ലീറ്റോ, ദൈവത്തെ ഓർത്ത് ഈ പൈസ വരാനുണ്ട് എന്നുള്ളത് അങ്ങ് നിർത്ത് നിങ്ങൾ. ഇതുവരെ ഞാനും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഈ പൈസ വരാനുള്ള കാര്യം. എവിടെന്നാ പൈസ വന്നത്? പൈസ ഇങ്ങനെ ബാങ്ക് വഴിയൊക്കെ ആണല്ലോ പറഞ്ഞത്. അത് ഈ പാർട്ടിയുടെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതാണ്. ഇവിടുന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ പറയും ബാങ്കിൽ പോവാന്ന്. നിങ്ങൾക്ക് നേരം വേണം ഒരു ബാങ്കിൽ അക്കൗണ്ട് പോലും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. ഇവിടെ അങ്ങനെ അവർക്ക് അറിയാം എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലെന്ന്. ഞാനത് ഇച്ചിരി ഗമയ്ക്ക് വേണ്ടി പറയണത്. പക്ഷെ അത് ഇവിടെ ആരോടും നീ പറയാതിരുന്നാ മതി. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്യഗ്രഹത്തിലാണല്ലോ ജീവിക്കുന്നത്. ക്ലീറ്റോനെ കണ്ടാലറിയാം ഒന്നുമില്ല കയ്യിലെന്ന്. എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇവിടെ മറ്റേ ആ വൈക്കോത്തലേനായിരിക്കും. മാത്താപ്പായി എന്നാലും നന്നാവരുത്. ആ ചെറുക്കനാണ് ഇപ്പോൾ വലിയ കുഴപ്പം. അവനൊന്ന് ഒതുക്കേണ്ടി വരും. 15 വയസ്സുള്ള ആ ചെറുക്കനെ ഇനി 45 വയസ്സുള്ള നിങ്ങൾ ഒതുക്കാൻ നിൽക്ക്. ഇങ്ങോട്ട് വാങ്ങൂ. എനിക്ക് 45 ആരും പറഞ്ഞു നിന്റെ അടുത്ത്? ഇല്ല, 44 ആയുള്ളൂ. ഓ ക്ലീറ്റോ, ഞാൻ തോറ്റു നിങ്ങളെ കൊണ്ട്. വിഷമിക്കൊന്നും വേണ്ട, വാ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും. കല്യാണത്തിന് പോണെന്ന വിചാരം, മരണത്തിനാ. മുഹൂർത്തത്തിന് മുമ്പ് എവിടെ എത്തണം? വെയിലത്ത് നടന്ന് കളിക്കരുത്. കുറച്ച് അങ്ങോട്ട് പോകുന്നു. ചോറ് മേശപ്പുറത്തിരിക്കേണ്ട എടുത്ത് കഴിച്ചു. അവര് കഴിച്ചോളൂ, അങ്ങക്കൊന്നും അറിഞ്ഞൂടല്ലേ. വായി നിക്കോ അവര്. നമ്മള് പോയാലും അവർക്ക് സമാധാനം. അല്ലേ ഞങ്ങൾ ഓട്ടോയിലാ പോണേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫായിട്ട് എന്റെ വണ്ടിക്കാ പോകുന്ന. അവര് ഓട്ടോയിൽ പോവാ. ഓട്ടോയുടെ കാശ് ആരാ കൊടുക്കുന്നത്? ഓട്ടോയുടെ കാശൊക്കെ കൊടുക്കാം. അതും എന്റെ തലയിലാവും. നീ വന്നേ, നീ ഇന്ന് അവിടെ സ്റ്റേഷനിൽ ഐജിയുടെ വിസിറ്റുള്ള കേറി. മോശമല്ലേ അവരങ്ങനെ വിടുന്നത്? ആര്? അയ്യാ നല്ല വെയിലുണ്ട്, അവള് കറുത്തു. ഞാനവരെ കൂടി പോട്ടെ. ഞാനവരെ കൂടി പോട്ടെ. നീ പോണ്ട, എവിടെയും പോണ്ട. എടി നിനക്ക് പോണോന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ ഈ വണ്ടി കയറി. കുഴപ്പമില്ല, അവർക്ക് പ്രശ്നമില്ല, അവൾക്കാ പ്രശ്നം. ഞങ്ങള് ഓട്ടോയ്ക്ക് വന്നോളാം. അവക്ക് നടുവേദനയൊക്കെയുള്ള ഈ സ്കൂട്ടറിൽ ഇരുന്ന് ഇങ്ങനെ കുലുങ്ങി പോവാം. ആ നടുവേദന ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എന്ത് മോശം കാണിക്കുന്നത്. നീ കേരളി പോത്തെ വെറുതെ മര്യാദക്ക് സംസാരിക്കൂല. ഞാൻ കേറട്ടെ. ആ രാജാ കേറ്. വേറെ ആരും സ്കൂട്ടർ കണ്ടിട്ടില്ലല്ലോ. അവന്റെ വിചാരം അതെന്റെ അപ്പച്ചന്റെ സ്കൂട്ടറാ. എനിക്കറിയാമാണെങ്കിൽ അതിവിടെ പിടിച്ചു വെക്കാനൊക്കെ. നമ്മൾ പറഞ്ഞതിന് മുമ്പ് അവളെ കൊണ്ട് അവൻ എങ്ങും പോണ്ട. നമ്മളെ കൂടെ അവൾ ഇത്തിരി സന്തോഷത്തോടെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ അവന് സഹിക്കുന്നില്ല. നമുക്ക് ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അവരെത്തണതിന് മുന്നേ എത്തണം. നമുക്ക് നടരാജൻ വണ്ടി ഉണ്ടല്ലോ, കുഴപ്പമില്ല. വാ. തിരുവനന്തപുരത്തല്ല അങ്ങനെ ഇവിടെ അങ്ങനെ ഞാൻ കളിക്കാനില്ല. എന്താ കാറ്റത്തെ സ്റ്റമ്പ് പറഞ്ഞ പിന്നെ അങ്ങോട്ട് കാറ്റത്തെ സ്റ്റമ്പ് വീഴല്ലേ? കള്ളപ്പറക്ക് കളിക്കണ്ട. ആരാഞ്ഞ് ബാറ്റ് കളിച്ച് അവർക്ക് എടാ നീ വലിയ ചക്കനല്ലടാ. ഈ കുട്ടികളുടെ കൂടെ വെറുതെ വാശി പിടിച്ച് കളിക്കുക. അവരുടെ കൂടെ അവരുടെ ഇഷ്ടത്തിനല്ലേ കളിക്കുക. ബാറ്റ് കൊടുക്കാണ്ട് അതെ അവൻ അവന്റെ തന്ത്ര സ്വഭാവ. അവന്റെ കൂടെ നിങ്ങളല്ലാണ്ട് കളിക്കാൻ നിൽക്കുക. വാ നമുക്ക് വേറെ കളി കളിക്കാം. അവനെ കൂട്ടണ്ട. ഇത് ചക്കനടാ അത്. നടക്കാട് നമുക്ക് വേറെ നല്ല കളി കളിച്ചാൽ നോക്കണം. നോട്ടം കണ്ടോ ഉണ്ടാക്കണ അവിടെ ഒന്നാമത് നിങ്ങളെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ചെക്കന്റെ കൂടെ ഈ ആണുങ്ങൾ കളിക്കുന്ന കളി കളിക്കുക. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കളിയുണ്ട്? കളിക്കായിരുന്നു. ഇവള് എന്റെ അടുത്ത് പറഞ്ഞു വാ തക്കളി നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എന്തിനു നിങ്ങൾ അത് കളിക്കണ്? പെൺകുട്ടികൾ കളിക്കണ എന്തൊക്കെ കളിയുണ്ട്. ഇങ്ങനെ കളൊക്കെ വരച്ചിട്ട് കാണാം. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വട്ട് ഒരു കഷ്ണം ഇട്ടിട്ട് അങ്ങനെ കളിയില്ലേ?
ഇപ്പോഴത്തെ ഇതൊന്നും അറിയില്ല. അല്ലല്ലല്ല അവിടെ നിക്ക്. എന്റെ അമ്മ പറഞ്ഞല്ലോ എന്നെ ചെറുപ്പം മുതലേ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട്. നീ ഡാൻസ് പഠിക്കില്ലേ? എന്ത്? ഹിപ്പോപ്പ്. അതല്ല ഹിപ്പോപ്പ് അല്ല, ഡാൻസ്. യോ ഡാൻസിന്റെ പേരാണ് ഹിപ്പോപ്പ്. അതെ. അന്നാ അപ്പൂപ്പന്റെ കുട്ടി ആ ഡാൻസ് ഒന്ന് കളിച്ചാ അപ്പൂപ്പ കാണാം. അത് കളിക്ക്. ഇപ്പൊ പൊട്ടാമസ് കളിക്കാം അല്ലേ? ഹിപ്പോപ്പൊട്ടാമസ് അല്ല, ഹിപ്പോപ്പ്. ഇവള് പറഞ്ഞ സാധനം അന്നാ അത് കളിക്കും. അത് കളിക്കാൻ പാട്ട്. ഞാൻ ഫോൺ എടുത്തോണ്ട് റെഡിയാവും. റെഡിയാവും. നിന്റെ ഒക്കെ ചെറുപ്പത്തിലൊന്നും ഈ സിനിമാറ്റിക് ഡാൻസ് അല്ല, കൈകൊട്ടി കളിയാ. കണ്ട ഇതിനൊന്നും പിടിക്കില്ല. നീ കളിക്ക് സിനിമാറ്റിക്. ഓ സിനിമാറ്റിക് ഡാൻസിന് മുടിയൊക്കെ ഇങ്ങനെ ഇടണല്ലേ? വെറുതെ അല്ല ഈ ചക്കന്മാരൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കാക്കറി തലയായിട്ട് നടക്കുന്നത്. ഇത് നല്ല മുടി. കളിച്ചോ നോട്ടെ. പാട്ട് വെച്ച് കൊടുക്ക്. 1 2 3. നീ മുടി ബാക്കിൽ. അത് മതി. 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് ഇല്ല. സ്പീക്കർ എടുക്കായിരുന്നു നിനക്ക്. സ്പീക്കർ ഇത്ര ഉള്ളു ശബ്ദം. കുഴപ്പമില്ലല്ലോ. കളിച്ചോ? അടിപൊളി. മറ്റേത് അപ്പൂപ്പ മറ്റേതാളേ. അതന്നെ. പാടാ പോട പറ്റിയോ? നീ പഠിക്ക് കളിക്ക്. അതേമാതിരി കളിക്കും. ഇന്നെങ്കിലും ഈ ചായ ഒന്ന് കുടിച്ചിട്ട് പോണേ. ഇന്നൊന്ന് ചായ കുടിക്കാൻ സമയമില്ല മോളെ. ഇന്നിപ്പോ IG വിസിറ്റിംഗ് ഉണ്ട് സ്റ്റേഷനിൽ. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോണം. നേരത്തെ പോണം. ഏത് IG വന്നാലും ഇത് ഇന്ന് കുടിച്ചിട്ടേ പോയാൽ മതി. ഇത് ഇന്ന് ഇവിടെ ഇരുന്ന് തണുത്ത് പോകാണ്ടില്ലേ? ഏത് IG? എനിക്കെന്തറിയാം. എനിക്ക് എന്താ അറിയാ IGനെ കുറിച്ച്. തൊപ്പി എന്താ ഇവിടുത്തെ? എന്താ തൊപ്പി എവിടെ? തൊപ്പി അവിടെ ഇല്ലേ? അവിടെ എപ്പോഴും വെക്കുന്ന അവിടെ അല്ലേ? അവിടെ ഉണ്ടായില്ല. ഉണ്ടായില്ലെങ്കിൽ പോയി നോക്കുന്നീ എവിടെ തൊപ്പി? എന്റെ അടിയിലുണ്ടോ? നിങ്ങൾ എവിടെ വെച്ച്? ഇവിടെ വെച്ചാണോ? എടി ഞാൻ എപ്പോഴും അവിടെ തൊപ്പി വെക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ചോദ്യം അവിടെ വെച്ചെങ്കിൽ അവിടെ കാണണ്ടേ? അത് തന്നെ ഞാൻ ചോദിക്കുന്നോട് ഇറങ്ങിപ്പോയാ. നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്റെ അടിയിലെങ്ങാനുണ്ടോ? തലേന്റെ അടി നോക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടോ തൊപ്പി? അല്ല പോയ സാധനം നോക്കണേ അല്ലേ? ഞാൻ പോയി നോക്കുന്നീ. അതറിയാമെങ്കിൽ ഞാൻ അതങ്ങ് എടുത്ത് തരൂലേ? നീ വർത്താനം പറയുന്നില്ല തൊപ്പി ഈ സമയത്ത്. തൊപ്പി പോയാൽ നീക്ക് വിവരം അറിയുന്നേ. ഞാൻ എന്ത് വിവരം അറിയാനാണ്? പിള്ളേരെങ്ങാനും എടുത്ത് കളിക്കാനാ എന്തെങ്കിലും എടുത്തോണ്ട് പോയിണ്ടാവും. കളിക്കുന്ന സാധനമല്ല എന്റെ തൊപ്പി അല്ലേ? അവിടെ എവിടെയും കൊണ്ടുവച്ചാൽ അങ്ങനെയൊക്കെ എടുത്ത് കളിക്കും. അങ്ങോട്ട് പോയാ
മാതാ മാതാ അമ്മ ഒന്ന് നിർത്തമ്മ ഇവിടെ പ്രാണവേദന തബലവേദന മാതാ ക്ലാരേ ആ ഞാൻ നോക്കുവാന്നേ. എടാ നീ എന്റെ തൊപ്പി കണ്ടോടാ? ഞാൻ കണ്ടില്ല. നീ കണ്ടടി തൊപ്പി? തൊപ്പി നീ അറിയില്ലേ? എന്റെ തൊപ്പി കണ്ടല്ലേ നീ? അതകത്തുണ്ടാ നോക്കി ചെല്ല്. നിന്റെ കണ്ടില്ല തൊപ്പി? എടി എന്റെ തൊപ്പി കിട്ടിയത് എന്തൊരു കഷ്ടമാണ്. നിൽക്കുന്ന IG വരികയാണ്. എന്തൊരു നീ എല്ലായിടും നോക്കിയത് ഭക്ഷണം കഴിക്കോട് നോക്കിയ നോക്കുവാണ്. നീ എന്റെ തൊപ്പി കണ്ടോ? എടി നീ എന്റെ തൊപ്പി കണ്ടാന്ന് കണ്ടില്ലേ? തൊപ്പി എടുത്തില്ലേ നീ? ഹലോ 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 എന്റെ തൊപ്പി കാണുന്നില്ലേ? അതിനെ കൊച്ചിനെ ചീത്ത പറയണ എന്തിനാ? അല്ല തൊപ്പി കണ്ടോന്ന് ചോദിച്ചത്. അളിയുടെ പോലീസ് സ്റ്റേഷൻ എന്റെ കൊച്ചിന് ആവശ്യമില്ലാതൊന്നും പറയും കേട്ടാ. ഞങ്ങൾ അങ്ങനെ വളർത്തുന്നതല്ല. മക്കള് മേടിക്കണ്ട ഒന്നുമില്ലടി. എന്നെ തൊപ്പി പോയിരിക്കണം. ഈ സമയത്ത് വലിയ ഷൈനിങ് ഒന്നും വേണ്ടാട്ടാ. തൊപ്പി നോക്കണേ എന്നാ നോക്കാണ്. എന്തൊരു കഷ്ടമാണ് നോക്കി. ഒരു തൊപ്പി സൂക്ഷിക്കാറില്ലാത്ത ആളിലേക്ക് എങ്ങനെ ആക്കിയുണ്ട്. ഹലോ സാർ സാർ വരുന്നു സാർ. അളിയ തൊപ്പി നോക്കിയെടുത്ത് താളിയാ. കാണാനില്ലേ ബെഡ്റൂമിലൊക്കെ നോക്കി. എന്തൊരു കഷ്ടമാണ്. ചേട്ടാ ഒന്ന് സമാധാനപ്പെടും. ഇപ്പൊ തൊപ്പി കാണാത്തതല്ലേ പ്രശ്നം? അപ്പൊ അവിടെ ചെലപ്പോ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോ അവിടെ പറഞ്ഞാൽ മതി എന്റെ തൊപ്പി കാണാനില്ല, അവർ തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. എന്താണ് എന്റെ അളി പറയണത്? അങ്ങനെയൊന്നും അവിടെ സ്റ്റേഷനിൽ പറയാൻ അളി ഒരു കാര്യം ചെയ്യും. ഞാൻ പറയാം. എന്തായാലും IG വരുവാണല്ലോ. അളിയ വരുമ്പോ IG ഒരു പരാതി കൂടെ എന്റെ തൊപ്പി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കും. അളി ഐഡിയ കൊള്ളാം, പക്ഷെ നടക്കില്ല. IG-യോടൊക്കെ പരാതി കൊടുത്ത് എന്റെ തൊപ്പി തെറിച്ചത് തന്നെ. എന്തൊരു കഷ്ടമാണ് നോക്കണത്. അതെ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം നിന്ന് സംസാരിച്ചോണ്ട് നിൽക്കാതെ തൊപ്പി എവിടെ നിന്ന് എല്ലാവരും പോയി തരയേ. നോക്കാം. ഈ കമ്മ നമ്മുടെ മുറിയുടെ പരിസരത്തോടെ നടക്കാൻ ഞാൻ കണ്ടായിരുന്നു ഉച്ചക്ക്. എന്നാലും ഇത് സ്ഥിരീകരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ അത് എവിടെ പോകാനാ? ഹലോ ആ തൊപ്പി എടുത്തോ? അതൊക്കെ കൊള്ളാം. തൊപ്പിയിട്ടിരിക്കണ അമ്മാവന്റെ അടുത്താണ് തൊപ്പി എടുത്തോണ്ട്. തൊപ്പി എടുത്തോ? ഞാനാ മര്യാദക്ക് തൊപ്പി എടുത്തു വന്നോട്ടോ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അഞ്ഞത്തേക്കാ? എന്റെത്തേക്കൊന്നുമല്ല, മര്യാദക്ക് തൊപ്പി എടുത്തു വന്നോ. എനിക്കെന്തിനാ പോലെ എന്റെ തൊപ്പി? അതാണ് ഞാൻ ചോദിക്കും. എന്റെ തൊപ്പി നിങ്ങൾക്ക് എന്താണ്? ഞാൻ എടുത്തിട്ടില്ലെന്ന്. നിങ്ങള് തൊപ്പി അമ്മാവൻ എടുക്കണ അമ്മാവൻ എടുത്തിട്ടുണ്ട്. അമ്മാവൻ എല്ലാ ദിവസവും തൊപ്പി വെച്ചോണ്ട് നടക്കുക. അല്ല അമ്മാവന്റെ തൊപ്പി ഞാൻ എടുത്തു തരാം. എടുത്തിട്ടില്ലല്ലോ അല്ലേ? പപ്പാ ഇതിന്റെ അകത്ത് നോക്ക് പപ്പാ. ഇതിനകത്തുണ്ട്. അമ്മാവന്റെ പേരും ഇതിനകത്തുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതിന്റെ അകത്ത് കാണും. എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയമുണ്ട്? സംശയമുണ്ട്. അതെങ്ങനെയാ സാർ അതിന്റെ അകത്തുണ്ടാവുക? ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞില്ലേ? ഞാൻ എടുത്തൊന്നില്ലല്ലേ അതിന്റെ അകത്തുണ്ടാവുള്ളൂ. ചെക്ക തമാശ കളിക്കരുത്. നിങ്ങൾ എന്തിനാ അപ്പന്റെ പേര് വിഷയക്കണേ? അപ്പനെ ഓടൊപ്പം കളിക്കായിരുന്നല്ലോ. പപ്പയുടെ റൂമിലൊന്നും അപ്പം വന്നിട്ടില്ല. പക്ഷെ മാത്തൻ ചേട്ടൻ പമ്മി അകത്ത് നമ്മൾ കണ്ടിട്ടില്ല. സത്യം പറ, തൊപ്പിയാടാ. ഞാൻ അതിന്റെ അകത്ത് വെച്ചതാ, ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. നിന്നോട് ഇത്ര നേരം ഞാൻ ചോദിച്ചതാണ് തൊപ്പി എവിടെ. നീ പറഞ്ഞു. നീ എന്താണ് നീ ചെയ്ത? ഈ അപ്പൂപ്പ എന്നോട് വഴക്കുണ്ടാക്കി. അതുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ ചെയ്തു പോയാ. ഉണ്ടല്ലോ. ഹലോ സാർ, വരുന്നു സാർ, വരുന്നു. എന്നിട്ട് എന്റെ തൊപ്പി എവിടെ? ടെൻഷൻ അടിക്കണ്ട, എന്നിട്ട് മാറിക്കേ. ഇവന്റെ അല്ലേ മകൻ. ഇതും ചെയ്തില്ല അപ്പുറം ചെയ്യുന്ന എനിക്കറിയായിരുന്നു. ഞാനൊന്ന് കരുതിയിരുന്നതാ. നീ ഇതിന്റെ പേരില് പ്രശ്നം ഉണ്ടാക്കണ്ട. കുട്ടികളല്ലേ, ഇങ്ങോട്ട് ക്ഷമിച്ചേക്ക്. ഞാൻ പോട്ടെ. കുട്ടികൾക്ക് വരെ എന്നെ വേണ്ടേ? ഞാൻ എന്തിനാ ഇവിടെ കളിക്കാം? എന്താ കുഞ്ഞെ നീ കാണിക്കണേ? അറിയാതെ ഇങ്ങനെയൊക്കെയാ ചെയ്യണേ? പ്രായമായ മനുഷ്യനല്ലേ? എല്ലാരും കൂടി അമ്മാവൻ എന്തോരം വഴക്ക് പറഞ്ഞു. ഇനി ഞാൻ ചെയ്യല. പോയി അമ്മാവനോട് സോറി പറ. ചെല്ല് ചെല്ല്. Alien versus Alien.